ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഒരു കാര്യം ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാനൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന്. എൻ്റെ കയ്യിൽ നല്ലോണം പഴുത്ത ഒരു നേന്ത്രപ്പഴം ഇരിപ്പുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തതാണ്. അപ്പം ഇത് നമുക്ക് കഴിക്കാൻ എനിക്ക് തോന്നാറില്ല ഇതുപോലെ ഇത്രയും പഴുത്ത് കഴിയുമ്പോഴത്തേനും. അപ്പം ഇത് വെച്ച് ഞാനൊരു ഹെയർ പാക്ക് അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ നേന്ത്രപ്പഴം, അത് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം വേണം തലയിൽ തേക്കുവാണെങ്കിൽ. ഇതുപോലെ ഓവർ റൈപ്പ് ആയിട്ടുള്ള ബനാനാസ് വേണം തലയിൽ തേക്കുമ്പോൾ തേക്കാനായിട്ട്. അപ്പോൾ ഇത് മുടിക്ക് നല്ലപോലെ, മുടിയുടെ ഫ്രിസ്നെസ് നല്ലപോലെ കുറയ്ക്കുകയും മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആക്കുകയും നല്ലപോലെ ഡീപ്ലി മോയ്സ്ചറൈസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴം തേക്കുമ്പോൾ. നല്ലോണം പഴുത്ത ഏത്തപ്പഴം തേക്കുമ്പോൾ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. കാരണം മുടി നല്ല സോഫ്റ്റ് ആകും ഈ നല്ലോണം പഴുത്ത ഏത്തപ്പഴമൊക്കെ തേക്കുമ്പോഴത്തേന്. ആ ഫ്രിസ്നെസ് നല്ലോണം കുറയും. അപ്പം ഒരാഴ്ചയിൽ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഈ ഇങ്ങനെയുള്ള ഓവർ റൈപ്പ് ബനാനാസ്, എനിക്ക് തോന്നുന്നു റോബസ്റ്റ് ഒക്കെ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. എപ്പോഴും ഞാൻ കേട്ടിരിക്കുന്നതും ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടാണ്, നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടാണ്. പിന്നെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ ഓവർ റൈപ്പ് ബനാനാസ്. പിന്നെ ഇങ്ങനെ ഓവർ റൈപ്പ് ബനാനാസും മുടിക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കും. കാരണം ഇതിനകത്ത് പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഏത്തപ്പഴമൊക്കെ ഉള്ളിലേക്ക് കഴിക്കാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യവും ഇതിനകത്ത് ഈ പൊട്ടാസ്യം, മഗ്നീഷ്യം ഈ വക കാര്യങ്ങളൊക്കെ ഈ നേന്ത്രപ്പഴത്തിനകത്ത് നല്ലപോലെ ഉണ്ട്. പിന്നെ വൈറ്റമിൻ എ, സി, ഇ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അടങ്ങിയിരിക്കുന്നതായതുകൊണ്ട് മുടി ഇഴകൾക്ക്, മുടി നാരുകൾക്ക് നല്ല ബലം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുള്ളത് കൊണ്ട് ഈ നേന്ത്രപ്പഴം കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം തന്നെ തേക്കണം. അല്ലാതെ ഒരു മീഡിയം പഴുപ്പോ അല്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് മീൻസ് കുറച്ച് പഴുത്തതോ അങ്ങനെയല്ല. നല്ലപോലെ ഓവർ റൈപ്പ് ആയിട്ടുള്ള ബനാന ഉപയോഗിക്കണം. ഇതിപ്പോൾ നേന്ത്രപ്പഴം അല്ലെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ പഴം ആണെങ്കിലും നല്ലോണം പഴുത്ത റോബസ്റ്റ പഴം ഇനി ഞാൻ തലയിൽ തേക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പഴങ്ങളിൽ നമ്മുടെ പാളയംകോടൻ പഴമില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പാളയംകോടൻ പഴം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ഇങ്ങനെ പഴം. എനിക്കിഷ്ടമാണ് ആ പഴം. കാരണം അത് തിന്നു കഴിയുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീലിംഗ് ഉണ്ടാവും. ആ പഴം ചിലർക്ക് ഇഷ്ടമല്ല. കാരണം അത് ഇതുപോലെ ഓവർ റൈപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഈ കറുത്ത പാടുകൾ വരും. ഇങ്ങനെ ഒരു പെട്ടെന്ന് ബിളുബിളാന്നായി പോകുന്ന പഴമാണ് ഈ പാളയംകോടൻ പഴം. പക്ഷെ അതൊരു മീഡിയം പഴുപ്പിൽ നല്ല രീതിയിലാണെങ്കിൽ അത് തിന്നുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു തണുത്ത ഫീല് തോന്നും. ഇവിടെ ഒന്നും ആ പാളയംകോടൻ പഴം കിട്ടത്തില്ല. കേരള സ്റ്റോറിൽ പോയി ചോദിച്ച് അവിടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ ഈ പാളയംകോടൻ പഴം എന്ന് പറയുന്നത്. എൻ്റെ നാട്ടിലൊക്കെ പാളയംകോടൻ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതാണ് ഈ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പഴം. അപ്പം അത് നല്ലോണം പഴുത്തത് എനിക്ക് പണ്ട് അമ്മ എൻ്റെ തലയിൽ തേക്കുമായിരുന്നു. കാരണം അത് ഈ താരൻ മാറാനൊക്കെ ഭയങ്കര നല്ലതാണ്. അത് നല്ലോണം പഴുത്ത പഴം തലയിൽ തേച്ച് കഴിഞ്ഞാൽ അത് മാത്രം തേച്ചാൽ മതി. എൻ്റെ തലയിൽ തേച്ചിട്ടുണ്ട്. താരൻ മാറാൻ നല്ലതാണ് ആ ഒരു കാര്യം. പിന്നെന്താണ്, അപ്പം മെയിനായിട്ടും ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രിസ്നെസ് കുറയ്ക്കാനും മുടിക്ക് കരുത്തുണ്ടാകാനും പിന്നെ ഡാൻഡ്രഫ് കൺട്രോളും പറയുന്നുണ്ട് ഇതിന്. പക്ഷെ മുടി നല്ല സോഫ്റ്റ് ആകാനുള്ള ഒരു സംഭവമാണ് ഈ ഏത്തപ്പഴം കൊണ്ടുള്ള ഹെയർ പാക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതിനൊരു വ്യത്യാസം അറിയും. നമ്മൾ നല്ലോണം തലയൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേനും തന്നെ നമുക്ക് മുടിയെ തൊടുമ്പോൾ നമ്മളിപ്പോൾ തൊടുന്ന പോലെ, ഇപ്പം എൻ്റെ കുറച്ച് ഒരു ചകിരി എഫക്റ്റിലാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടുണ്ട്. തല കുളിച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്. അപ്പം ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് എൻ്റെ തല കുളിക്കേണ്ട ദിവസമാണ്. അപ്പം കണ്ട ഒന്നാമത് ഇവിടുത്തെ ഹാർഡ് വാട്ടർ അല്ലേ, ഹാർഡ് വാട്ടറിൽ ആദ്യത്തെ ഒരു ദിവസത്തെ കുളിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് പതുക്കെ ഇതൊരു ചകിരി എഫക്റ്റ്. ഇവിടെ ആണെങ്കിൽ നല്ലപോലെ ഒരു ഓയിൽ, എനിക്കങ്ങ് ഞാൻ എണ്ണ തേച്ച് ഷാമ്പൂ ചെയ്ത് കളഞ്ഞതാണ്. പക്ഷെ കണ്ട ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നു ക്ലൈമറ്റിൻ്റെയും കൂടെ ആയിരിക്കും. കാരണം ഇപ്പൊ സമ്മർ ആയില്ലേ, മറ്റത് വിന്ററിലാണ് ഒത്തിരി ഡ്രൈനെസ് ആണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഇപ്പം പക്ഷെ കുറച്ചുകൂടെ ഭയങ്കരമായിട്ടും ഒരു ഓയിലി എഫക്റ്റ് വരുന്നു തലയോട്ടിയിൽ. അതെനിക്ക് തോന്നുന്നു സമ്മറായിട്ടായിരിക്കണം. പിന്നെന്താണ്, അപ്പം നമുക്കിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയണ്ടേ. ഇപ്പം ഈ ബനാനയുടെ കൂട്ടത്തിൽ ഇന്ന് എനിക്ക് ഒരു കാര്യമുണ്ട്. എൻ്റെ കയ്യിൽ അലോവേര ഉണ്ട്.
ഈ അലോവേര ഇവിടെ എല്ലാം നിപ്പുണ്ട് അലോവേര, പക്ഷെ ഞാൻ വളരെ കുറവ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അലോവേര. ഇവിടെ ഇപ്പുറത്തൊരു വീട്ടിലാണെങ്കിൽ അലോവേരയുടെ കാടാണ്. ഒരു അപ്പാർട്ട്മെന്റിന്റെ താഴെ, ഞങ്ങളുടെ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിന്റെ താഴെ താഴെ താമസിക്കുന്നവർക്ക് അവർക്ക് ഇച്ചിരി പൂക്കളൊക്കെ ഇഷ്ടംപോലെ അലോവേരയുടെ കാടാണ്, അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ അലോവേര കൊണ്ടാണ്, പക്ഷെ എന്താണെന്നറിയത്തില്ല, എൻ്റെ കൊച്ചിലെ ആണേലും ഞാൻ ഏറ്റവും കുറവ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കറ്റാർവാഴ എന്ന് പറഞ്ഞ സംഭവം തോന്നുന്നു. എൻ്റെ വീട്ടിലില്ലായിരുന്നു, അതായിരുന്നു മെയിൻ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വലുതായി, എനിക്ക് തോന്നുന്നു ഞാനൊരു ബിടെക് ഒക്കെ കഴിയാറായ സമയത്താണ് ഈ അലോവേര ഇട്ട എണ്ണയൊക്കെ അമ്മ കാച്ചി തുടങ്ങിയത്. അതുവരെ ഈ കറ്റാർവാഴയുടെ പരിപാടി വലുതായിട്ടില്ലായിരുന്നു, എനിക്ക് അറിയത്തുപോലും ഇല്ലായിരുന്നു. ഇപ്പം വലുതായി കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു അലോവേര ജെല്ലിൻ്റെ ഒക്കെ കാര്യം ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ എന്താണെന്നറിയത്തില്ല, ഞാൻ അതുകൊണ്ട് ഇതങ്ങനെ അധികം ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ അങ്ങനെ തോന്നത്തില്ല. നമ്മൾ സ്ഥിരമായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇത് അങ്ങനെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് ഇതിന്റെ കൂട്ടത്തിൽ, ഈ ഏത്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് അലോവേര ജെൽ, ഇതിനകത്തുനിന്ന് നമുക്ക് ജെല്ലെടുത്ത് അതും ഇതിന്റെ കൂട്ടത്തിലിട്ട് നമുക്ക് തേക്കാവുന്ന. അപ്പം ഈ അലോവേരയുടെ ഒരു സൂക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കേട്ടിരിക്കുന്ന, ഇതിനകത്ത് ഉണ്ടായിരുന്നു ഒരു യെല്ലോ കളർ ഒരു ലിക്വിഡ് വരും, അത് നമ്മൾ കഴുകി കളയണം നല്ലപോലെ. ഇത് മുറിക്കുമ്പോൾ ഒരു യെല്ലോ കളർ ലിക്വിഡ് വരും, അത് നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് വേണം ഇതിനകത്ത് ജെല്ലെടുക്കാൻ. അത് ഉള്ളിൽ പോയാൽ ഇൻഡൈജഷൻ ഉണ്ടാകും, ഡയേറിയ പോലുള്ളത് ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതിനൊരു യെല്ലോ ലിക്വിഡ് ഉണ്ട്, അത് ഞാൻ കണ്ടു. അത് ഞാൻ ഇത് മുറിച്ചപ്പോഴത്തേന് അതിനകത്തുനിന്ന് ഒരു ഭയങ്കരമായി ഇങ്ങനെ ഒരു യെല്ലോ ലിക്വിഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് സൂക്ഷിക്കുക. ഇതിന്റെ എനിക്കൊന്ന് ഈ അറ്റം ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു യെല്ലോ ലിക്വിഡ് വരുമെന്ന് തോന്നുന്നു. അപ്പൊ അത് നല്ലപോലെ കഴുകി യൂസ് ചെയ്യണം. ഇതിന്റെ മെയിൻ ഇത് ഞാൻ കേട്ടിരിക്കുന്ന ഭയങ്കരമായ ഒരു ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും തലയ്ക്ക്. പിന്നെ മുടി വളരാൻ, മുടിക്കും സ്കിന്നിനും ഒക്കെ ഭയങ്കര നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ സ്കിന്നിലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സ്കിന്നിൽ ഞാൻ ഒരു പരിപാടിയും ചെയ്യാറില്ല, കാരണം എന്തെങ്കിലും ചെയ്താൽ മൂക്കുരു വരാനിരിക്കുന്ന ഒരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഖത്ത് ഉള്ള പരിപാടി പണ്ടേ ചെയ്യാറില്ല. അപ്പം ഒക്കെ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്നതും ഭയങ്കര മോയ്സ്ചറിന്, ഭയങ്കര ഡ്രൈനെസ് കുറയ്ക്കാനും പിന്നെ മുടി വളരാനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ അലോവേര എന്നാണ് കേട്ടിരിക്കുന്നത്. ഞാൻ കുറവാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ കേട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോവേര എന്ന് പറയുന്നത് ഇതിന്റെ ജെല്ല് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഷാമ്പു ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഒരു ലീവ് ഇൻ കണ്ടീഷണർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അലോവേര ജെല്ല് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത്, ചിലപ്പോൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് വെള്ളമായിട്ട് അതിൻ്റെ ഒരു ലിക്വിഡ് ആക്കി എടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീവ് ഇൻ കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഹെയർ ഗ്രോത്തിന് ഇതിട്ട് എണ്ണ കാച്ചി കുറേ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിട്ട് എണ്ണ കാച്ചിയാൽ ഭയങ്കര നല്ലതാന്നൊക്കെ. പിന്നെന്താണ്, അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് അലോവേര. അപ്പം നമ്മൾ അലോവേര ഉപയോഗിക്കുന്നുണ്ട്, ബനാന ഉപയോഗിക്കുന്നുണ്ട്. ബനാന സ്കാൽപ്പ് ഇച്ച്നെസ്സിന് ഭയങ്കര നല്ലതാണ് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. ബനാനാസ് തല ചൊറിച്ചിലിനൊക്കെ ഭയങ്കര നല്ല, കാരണം ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ ഈ ഓവർ റൈപ്പ് ബനാനാസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല പാളയംകോടൻ, നല്ലോണം പഴുത്ത പാളയംകോടൻ പഴമൊക്കെ ഇങ്ങനെ സ്കാൽപ്പ് ഇച്ച്നെസ് ഒക്കെ കുറയ്ക്കാനും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും ഭയങ്കര നല്ല. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, നമ്മുടെ മുട്ട ഒന്നോടെ ഞാൻ എടുക്കുകയാണ്. കാരണം മുട്ട എന്ന് പറയുമ്പോഴത്തേനും ഒരു ഫുൾ പ്രോട്ടീനാണ്, ഒരു നല്ലതാണ് മുടി പൊഴിച്ചിലിന്. ഞാൻ എൻ്റെ എഗ് ഹെയർ മാസ്ക് 1-2 ഞാൻ ചെയ്തിട്ടുണ്ട്. മുടി പൊഴിച്ചിലുള്ളവർ കണ്ടിന്യൂസ് ആയിട്ട് എഗ് കൊണ്ടുള്ള ഹെയർ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഞാൻ ഈയിടെ പനി വന്നപ്പം എനിക്ക് നല്ലോണം പൊഴിഞ്ഞില്ലേ, അന്ന് ഇതുപോലെ ഞാനപ്പോൾ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എഗിന്റെ ഹെയർ മാസ്കിന്റെ. ഞാൻ കുറച്ച് ആഴ്ച കണ്ടിന്യൂസ് തേച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര നല്ല. അത് മൊത്തത്തിൽ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഹെയർസിന് ഉണ്ണിയും കൂടെ എടുക്കുക, ഓയിലി ഹെയർസിന് വെള്ളം മാത്രം എടുക്കുക. ഞാനിപ്പം ഡൗട്ടിലാണ്, എൻ്റെ ഈ ഒരു എണ്ണ
സമയം കണ്ടുകൊണ്ട് വെള്ളം മാത്രം എടുത്താൽ മതി, ഉണ്ണിയും കൂടെ എടുക്കണമെന്നുള്ളത്. ഞാൻ ഉണ്ണിയും കൂടെ എടുക്കണം, കാരണം ആ ഉണ്ണിക്കകത്താണ് നല്ല പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഈ ബയോട്ടിൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ മുട്ടയ്ക്കകത്തുണ്ട്. അത് മുടിക്ക് ഭയങ്കര നല്ല, നമ്മൾ ഉള്ളിലേക്ക്, മുട്ട ഭയങ്കര നല്ലതാണ്, ഉള്ളിലേക്ക് കഴിക്കുന്നതും ഒക്കെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പുറമേ തലയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ തേച്ച് കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഈ എഗ്ഗ് എന്ന് പറയുന്നത്. മുടി വളർച്ചയ്ക്കും മുടി പൊഴിച്ചിൽ കുറയാനും എഗ്ഗ് നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. അപ്പം ഇതെല്ലാം കൂടി ഇട്ട ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കേർഡ് യൂസ് ചെയ്യാം, ഈ കേർഡും കൂടി ഇടാം. കുറച്ച് തൈരും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് നല്ല ഒരു തലയൊക്കെ ഈ തണുക്കുന്ന ഒരു രീതിയിലുള്ള നല്ല ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കാം. ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകുന്ന വിചാരിച്ചാൽ, ഞാൻ തലയിൽ നല്ലപോലെ എണ്ണ തേച്ചിട്ട് ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് ഇടത്തുള്ളൂ. അപ്പം അങ്ങനെ എണ്ണ തേക്കാത്തവർ ഈ ഹെയർ പാക്കിനകത്ത് കുറച്ച് ഓയിൽ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ ഓയിൽ തലയിൽ നല്ലപോലെ തേച്ചിട്ട് ഈ ഹെയർ പാക്ക് ഇടുന്നത് കൊണ്ട് ഞാൻ അതിനകത്ത് ഓയിൽ ഇടുന്നില്ല. അല്ലാത്തവർ എന്തെങ്കിലും നിങ്ങൾ തേക്കുന്ന ഓയിൽ അതിനകത്ത് ഇടുക, അപ്പം അതാണ് നല്ലത്. അപ്പം നമുക്കിനി ഇതുണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് അലോവേര ജെൽ, ആ ഒരു ലീഫ് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മുടിയിൽ എന്തുമാത്രം തേക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇപ്പം എൻ്റെ മുടിയിൽ തേക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് തലയോട്ടിയിലും തലമുടിയിലും ഇത് പുരട്ടണം, ആ ഒരു രീതി തന്നെ എടുക്കണം ക്വാണ്ടിറ്റി. തലയോട്ടിയെ മാത്രമല്ല തലമുടിയിലും ഇത് പുരട്ടണം. എന്നിട്ട് പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയണം. ഹായ്, അപ്പം നമ്മൾ മുടിയൊക്കെ കഴുകി വൃത്തിയാക്കി വന്നു. അപ്പോൾ ഈ ഹെയർ പാക്ക് ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പാക്കാണ്. നമ്മൾ ഏത്തപ്പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല കട്ടിയാവും. അത് കുറച്ച് നേരം ഒന്ന് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചാലും ഇത് തിക്കായി പോവും. അതുകൊണ്ട് അരക്കിയ തലയിലേക്ക് തേക്കുക. പിന്നെ തേക്കുമ്പോഴത്തേനും ഇത് നന്നായിട്ട് നമുക്ക് തലയിൽ നല്ലതായിട്ട് ഇങ്ങനെ ഒലിച്ചൊന്നും ഇറങ്ങപ്പോത്തൊന്നുമില്ല, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനും പറ്റും. കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പോലെ തല വൃത്തിയായിട്ട് കഴുകണം. കാരണം ഇത് പറ്റിപ്പിടിച്ചിരിക്കാൻ ഭയങ്കര സാധ്യതയുള്ള ഒരു ഹെയർ പാക്കാണ്. കാരണം ഇത്രയും ഇച്ചിരി തിക്കായിട്ടുള്ള ഹെയർ പാക്ക് ആയതുകൊണ്ട് ഇത് ഒത്തിരി നേരം ഈ പറഞ്ഞ പോലെ ഹെയർ പാക്കുകൾ വെക്കല്. ഇങ്ങനെ മുട്ടയൊക്കെ ചേർന്ന ഹെയർ പാക്കുകൾ പെട്ടെന്ന് ഡ്രൈ ആവും. അത് വേറൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ തലമുടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കും, ഇങ്ങനെ ഉണങ്ങിയിരിക്കും. ആ ഒരു ഉണങ്ങിയിരിക്കുന്നത് നമുക്ക് കഴുകി കളയാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഉണങ്ങിപ്പോയാൽ ഒരു ഹെയർ പാക്കുകളും അങ്ങനെ ഉണങ്ങുന്ന രീതി വെക്കല്ലേ. അല്ലേ തന്നെ അങ്ങനെ വെക്കുന്ന ചീത്തയാണ് ശരീരത്തിന്, നമ്മൾക്ക് തലനീര് ഇറങ്ങുകയൊക്കെ ചെയ്യും. എങ്ങാനും വെക്കല് ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കല്, അത്രയും മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് തലമുടിയിൽ നിന്ന് കളയാൻ എന്തൊരു പാടാന്നറിയാവും. ഈ പ്രത്യേകിച്ച് മുട്ടയൊക്കെ ചേർന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പിന്നെ കഴുകുമ്പോഴും എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ 2 ഏരിയ, ചെവിയുടെ പുറക് ഇവിടെ എനിക്ക് ഒരു ചുഴി പോലുണ്ട്. അപ്പം അവിടെയൊക്കെ വന്ന് ഈ സാധനം നമ്മൾ വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ വന്നിരിക്കും. അതുകൊണ്ട് ആദ്യം ഈ ഹെയർ പാക്ക് കൊണ്ട് തന്നെ നല്ല പോലെ തല അങ്ങ് കഴുകണം. ഹെയർ പാക്ക് തലയിൽ നല്ല പോലെ തേച്ച് തന്നെ അങ്ങ് കഴുകി ആദ്യം അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഹെയർ പാക്കൊക്കെ തലേന്ന് നല്ലപോലെ കളഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് ഷാമ്പു, ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഇട്ട് തലമുടി കഴുകുക. പിന്നെ മുട്ട ഒന്നോടെ തേക്കുമ്പോൾ സ്മെല്ലുണ്ടാവും, സ്വാഭാവികമാണ്. അത് പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഈ മുട്ട ഒന്നോടുള്ള ഹെയർ പാക്കുകൾ തേക്കുക.
പിന്നെ ഈ മുട്ടയുടെ സ്മെല്ല് പറ്റാത്തവരാണെങ്കിൽ മുട്ടയുടെ ഉണ്ണി അങ്ങ് കളയുക. ഉണ്ണി ആക്ച്വലി ഡ്രൈ ഹെയർ ഉള്ളവർക്കാണ് ഉണ്ണി കൂടുതൽ എടുക്കാൻ നിർബന്ധം പറയുന്നത്. കാരണം മുട്ടയുടെ മുട്ട എന്ന് പറയുന്നത് ഡ്രൈ ആക്കും ഭയങ്കരമായിട്ട്. ഇപ്പൊ പക്ഷെ സമ്മറിൽ തേക്കുന്നത് നല്ലതാണ്. സമ്മറിൽ കുറച്ചുകൂടെ നമ്മുടെ തലയോട്ടിയൊക്കെ ഓയിലി ആകാനാണ് ചാൻസ് കൂടുതൽ സമ്മർ സീസണിൽ. വിന്റർ സീസണിൽ ഡ്രൈ ആകാനും. അപ്പം മുട്ടയുടെ പാക്ക് തേക്കുന്നത് നല്ലതാ. ഉണ്ണി വേണ്ടവർക്ക്, ഉണ്ണിയിലാണ് പക്ഷെ അതിൽ സംഭവമൊക്കെ ഇരിക്കുന്ന പ്രോട്ടീനൊക്കെ ഇരിക്കുന്നത് ഉണ്ണിയിലാണ്. അപ്പം അത് തലമുടിക്ക് ഭയങ്കര നല്ലതാ. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ്. അലോവേരയൊക്കെ ചേരുന്നത് കൊണ്ട് ഹെയർ ഗ്രോത്തിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. നല്ലൊരു ഈ സമ്മറിലൊക്കെ അലോവേരയൊക്കെ തേക്കുമ്പോഴത്തേനും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഈ അലോവേര തന്നെയാണെങ്കിലും തേക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ വളരെ കുറച്ചേ ഈ അലോവേര എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് സ്ഥിരമായിട്ട് തേക്കുന്നവരൊക്കെ നല്ല പ്രയോജനം പറയുന്ന കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്തൊന്നും അങ്ങനെ കറ്റാർവാഴ ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഞാനൊരു കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഈ അലോവേര എന്നുള്ള സംഭവം തേക്കാൻ വേണ്ടിയിട്ട് തേച്ചിട്ടുള്ളത്. എന്നാലും ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ തേച്ചിട്ടുമില്ല. ഇനി എനിക്ക് തേച്ച് നോക്കണമെന്നുണ്ട് നല്ലതായിട്ട്. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. തലമുടിക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. പിന്നെ അതിൻ്റെ ആ ഒരു യെല്ലോ ലിക്വിഡാണ് ചൊറിച്ചിലോ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡയറിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. അല്ലാതാണെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പം അതങ്ങ് കഴുകി കളയുക. അപ്പം അലോവേര ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര നല്ലതാണെന്നല്ലേ പറയുന്നത്. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു അലോവേരയും മുട്ടയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. ഈ പഴം എന്ന് പറയുന്ന കാര്യം ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ തലയ്ക്ക് ചേരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഹെയർ പാക്ക് ഉണ്ടാകാം. ഇതിനകത്ത് ഉലുവ കുതിർത്തത് ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പം കുറച്ചുകൂടെ നല്ലതാണ്. ഉലുവ ബെസ്റ്റാണ് മുടിക്കുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ ഇപ്പോഴും മിക്കവാറും ഞാൻ ഉപയോഗിക്കും. ഉലുവയാണ് എൻ്റെ ഒരു മെയിൻ. ഞാൻ കൂടുതൽ കൊച്ചിലെ തൊട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യം ഉലുവയാണ്. ഉലുവ വെള്ളവും ഉലുവ കുതിർത്ത സംഭവമാണ്. അത് തലമുടി വളരാനും ഡാൻഡ്രഫിനൊക്കെ ഭയങ്കര നല്ലതാണ് ഈ ഉലുവ എന്നുള്ളത്. അപ്പം ഇപ്പം ഞാനിങ്ങനെ അധികം തേക്കാത്തൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. ഇപ്പം ഞാൻ അധികം ഉപയോഗിക്കാത്ത ഈ അലോവേരയുടെ തന്നെ പലതരത്തിലുള്ള ഹെയർ പാക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളത്. അല്ലാതെ ഞാൻ എല്ലാ ആഴ്ചയും ഞാനൊരു ഹെയർ പാക്ക് ഇപ്പോൾ വീഡിയോ എടുത്തില്ലെങ്കിലും ഞാൻ ഇടും. കാരണം അത് മുടിക്ക് ഭയങ്കര, എനിക്കത് ഇപ്പം ഞാൻ കുറേ നാൾ, ഞാൻ 1 വർഷത്തോളം ഞാൻ അങ്ങനെ ഹെയർ പാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 3-4 മാസമായിട്ട് എല്ലാ ആഴ്ചയും ഇപ്പം വീഡിയോ എടുത്തില്ലെങ്കിലും ഞാൻ സ്ഥിരമായി ഇടുന്ന ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഉലുവയുടെ കാര്യം. ഉലുവ വെള്ളം കൊണ്ട് തല കഴുകുക, അല്ലെങ്കിൽ ഉലുവ കുതിർത്ത് സമയമില്ലെങ്കിൽ ഞാൻ ഉലുവ തിളപ്പിച്ച വെള്ളം കൊണ്ട് തലയിൽ നല്ല പോലെ കഴുകും. അല്ലെങ്കിൽ കരിഞ്ജീരകം തിളപ്പിച്ച വെള്ളം കൊണ്ട് തലയിൽ നല്ല പോലെ കഴുകും. അല്ലെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഉലുവയും കരിഞ്ജീരകവും കൂടെ കുതിർത്ത് അത് ചെയ്യും. അതൊക്കെയാണ് മിക്കവാറും ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ പാക്കുകൾ. അതെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഏത്തപ്പഴമൊക്കെ പഴുത്ത് തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. എനിക്കിഷ്ടമാണ് ഏത്തപ്പഴവും മുട്ടയും കൂടെ ഉള്ള ഹെയർ പാക്ക് നല്ലതാണ്. പിന്നെ അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ കറ്റാർവാഴ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കറ്റാർവാഴയും കൂടെ ചേർത്ത്. കറ്റാർവാഴ ഞാൻ എനിക്ക് അടുത്ത ആഴ്ചയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ കറ്റാർവാഴ തേച്ച് നോക്കിയിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ഉലുവയൊക്കെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ കറ്റാർവാഴ കിട്ടിയില്ലേലും നല്ല ഏത്തപ്പഴവും നല്ല പഴുത്ത ഏത്തപ്പഴവും ഒരു മുട്ടയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ നല്ലൊരു ഹെയർ പാക്കാണ് തലമുടി വളരാനും ഡാൻഡ്രഫിനും ഒക്കെ. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.